മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 5-ാം അധ്യായം 11-ാം വാക്യം. വള്ളങ്ങൾ കരയ്ക്കടുപ്പിച്ച ശേഷം എല്ലാം ഉപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു. ഈശോയുടെ ആദ്യ ശിഷ്യന്മാർ ചെയ്ത കാര്യമാണ് ഇന്നത്തെ വചന വിചിന്തന ഭാഗം എന്ന് പറയുന്നത്. ഈ ഒരു വിചിന്തന ഭാഗത്തില് നമ്മളൊക്കെ ഈശോയുടെ ശിഷ്യന്മാരായിട്ട് തീരേണ്ടവരാണ്. യഥാർത്ഥ ശിഷ്യനായിട്ട് ജീവിക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവണമെന്ന് ഈ ഒരു വചനഭാഗത്തിലൂടെ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈശോ ശിമിയോന്റെ വള്ളത്തേൽ കയറിയിരുന്നാണ് വചനം പ്രഘോഷിക്കുന്നത്. ഈ വചനം പ്രഘോഷിച്ചതിന് ശേഷം ഈശോ ശിമിയോനോട് പറയുന്നുണ്ട്, നീ വല വീശുക. ശിമിയോൻ തിരിച്ചൊരു മറുപടി പറയുന്നുണ്ട്, അല്ലേ? ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഞങ്ങൾക്ക് ഒന്നും ലഭിച്ചില്ല. നിരാശപ്പെട്ടിരിക്കുന്ന ശിമിയോനോട് ഈശോ പറയുന്നത്, നീ വീണ്ടും വല വീശുക, നിനക്ക് മത്സ്യങ്ങളെ ലഭിക്കും. ഒരുപക്ഷെ ശിമിയോന് തിരിച്ചു ചോദിക്കാമായിരുന്നു, നിനക്ക് ഇതിനെക്കുറിച്ച് എന്തറിയാം? നീ ഒരു തച്ചന്റെ മകനല്ലേ? ശിമയോൻ ഈശോയോട് തിരിച്ചൊന്നും ചോദിച്ചില്ല, മറിച്ച് ഈശോയുടെ വചനം കേൾക്കാനായിട്ട് തയ്യാറായി. ഈശോയുടെ ശിഷ്യന്മാരാകുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നാമതായിട്ട് വേണ്ടത് ദൈവവചനത്തിലുള്ള അടിയുറച്ച വിശ്വാസമാണ്. ദൈവം എന്നോട് പറയുന്നത് പൂർണ്ണമായിട്ട് വിശ്വസിച്ച് അനുസരിക്കാനായിട്ട് ഞാൻ തയ്യാറാവണം. ശിമിയോൻ അനുസരിച്ചു, അല്ലെ? അനുസരിച്ചപ്പോൾ അവൻ എന്താ ലഭിച്ചത്? ഇഷ്ടംപോലെ മത്സ്യങ്ങളെ ലഭിക്കുന്നുണ്ട്. അപ്പൊ ശിഷ്യത്വത്തിലേക്കുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ദൈവവചനത്തോടുള്ള അനുസരണമാണ്. രണ്ടാമത്തെ കാര്യം എന്താണ്? ശിമിയോനുടനെ അവന്റെ ജീവിതത്തിലെ കുറവ് ദൈവസന്നിധിയിലേറ്റു. ഞാൻ പാപിയാണ്, എന്റെ ജീവിതത്തില് ഇഷ്ടംപോലെ കുറവുകളുണ്ട് എന്ന് ദൈവസന്നിധിയിൽ ഈശോയോട് ഏറ്റുപറയുന്ന ശിമിയോനെ നമ്മൾ കാണുന്നുണ്ട്. എളിമപ്പെടാനായിട്ട് തയ്യാറാവണം. ശിഷ്യത്വത്തിൽ രണ്ടാമത് വേണ്ട കാര്യം ഇതാണ്. ദൈവവചനം അനുസരിച്ചിട്ട് എൻ്റെ ജീവിതത്തിലെ എൻ്റെ കുറവുകളും എൻ്റെ പോരായ്മകളും ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് ഏറ്റുപറഞ്ഞ് എളിമയുള്ള മനോഭാവത്തോടുകൂടി ജീവിക്കാനായിട്ട് ഞാൻ തയ്യാറാവണം. പലപ്പോഴും നമ്മളൊക്കെ ചെയ്യുന്നത്, നമ്മൾ വലിയവനാണ് എന്നുള്ള മിഥ്യാധാരണയിൽ ജീവിക്കുന്ന വ്യക്തികളായിട്ട് മാറുകയാണ്. ആ ധാരണ മാറ്റിയാൽ മാത്രമേ നമുക്ക് യഥാർത്ഥ ശിഷ്യനായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും. ഇതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം എന്താണ്? എല്ലാം ഉപേക്ഷിക്കാനായി തയ്യാറാവണം. ശിമോൻ ചെയ്ത തന്നെ വള്ളവും മീനും എല്ലാം ഉപേക്ഷിച്ച് ഈശോയെ അനുഗമിക്കാനായിട്ട് തയ്യാറായി. ശിഷ്യത്വത്തില് മൂന്നാമത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് ഈ ഒരു ഉപേക്ഷിക്കൽ. എല്ലാം ഉപേക്ഷിക്കണം. കുറച്ച് കാര്യങ്ങൾ മാത്രം ഉപേക്ഷിക്കേണ്ടതല്ല, മറിച്ച് എല്ലാം പൂർണ്ണമായിട്ട് സന്തോഷത്തോടെ ദൈവത്തിന് വേണ്ടി ഉപേക്ഷിക്കാനായിട്ട് ഞാൻ തയ്യാറാകുമ്പോഴാണ് ഞാൻ യഥാർത്ഥ ശിഷ്യനായിട്ട് തീരുന്നത്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കും ശിമിയോനെ പോലെ യഥാർത്ഥ ശിഷ്യനായിട്ട് തീരുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഒന്നാമത്തെ കാര്യം എന്താണ്? ദൈവത്തിന്റെ വചനം അഗാധമായ വിശ്വാസത്തോടുകൂടി സ്വീകരിച്ച് അനുസരിക്കാനായിട്ട് തയ്യാറാവണം. രണ്ട്, നമ്മുടെ ജീവിതത്തിലെ കുറവുകളും പോരായ്മകളും ദൈവത്തോട് ഏറ്റുപറഞ്ഞ് എളിമപ്പെടാനായിട്ട് തയ്യാറാവണം. മൂന്ന്, നമ്മൾ പൂർണ്ണമായിട്ട് എല്ലാം ഉപേക്ഷിച്ച് ദൈവത്തെ അനുഗമിക്കാനായിട്ട് തയ്യാറാവണം. സ്നേഹമുള്ളവരെ, ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുവാനായിട്ട്, ശിമിയോനെ പോലെ യഥാർത്ഥ ശിഷ്യനായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.